തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമർശനത്തിന് അതീതരായി ആരുമില്ലെന്നും തെറ്റ് തിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വവുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തുടങ്ങും. CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായ കടുത്ത വിമർശനം തുടരുകയാണ്. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് പുനഃപരിശോധിക്കില്ല. അതിൽ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായിട്ടാണ് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് ചർച്ച ചെയ്തപ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചത്. ഒരു പുനഃപരിശോധിക്കണം ആര് പറഞ്ഞു ഞങ്ങൾ പറയുന്നത്? തെറ്റുതിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വവുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കമ്മ്യൂണിസത്തിൽ വിമർശനത്തിന് അതീതരായി ആരുമില്ല. തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും MV ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് വിമർശനത്തിന് അതീതരായി ആരും ഇല്ല, വിമർശനം മാത്രമാണ്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വിശ്വാസയോഗ്യത ഇല്ലാത്തതെന്ന് CPIM വയനാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടന പരിപാടി പാർട്ടി പരിപാടിയാക്കി മാറ്റി. പാർട്ടി ജില്ലാ സെക്രട്ടറി SFI നേതാവല്ല എന്ന് ഓർക്കണമെന്നും സെലിബ്രിറ്റികൾ വരുമ്പോൾ റീൽസ് എടുക്കലല്ല സംഘടനാ പ്രവർത്തനമെന്നും ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെ വിമർശനമുയർന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.